ഹായ്, ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള നോട്ടയുടെ ഫൗണ്ടറും സിഇഒ ആയിട്ടുള്ള അൻസാർ സാറാണ്. സാർ, ഈ നോട്ട് എ ഐ സാറിനെ അവിടേക്ക് എത്താൻ ഇൻസ്പയർ ആയത് അല്ലെങ്കിൽ ആ ഒരു പാത്ത് എങ്ങനെയാണ്? നോട്ട് എൻ്റെ ഫസ്റ്റിലത്തെ സ്റ്റാർട്ടപ്പ് അല്ലായിരുന്നു. അറൗണ്ട് എനിക്കൊന്ന് 4th 5th സ്റ്റാർട്ടപ്പ് ആയിരുന്നു നോട്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ കുറേ സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്തു. സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ചിലപ്പോൾ ബിസിനസ് ആവാം, പല സ്കില്ലുകൾ വെച്ച് പൈസ ഉണ്ടാക്കി, അങ്ങനെ പല സാധനങ്ങൾ ചെയ്തു. ആൻഡ് AI എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ആസ് എ സ്റ്റുഡൻറ്റ് ആസ് എ സ്റ്റുഡൻറ്റ് അൻസാറിൻ്റെ ലൈഫിലും ആൻഡ് അൻസാറിൻ്റെ അക്കാഡമിക്സിലായാലും ഒക്കെ കുറേ കാര്യങ്ങൾ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പം AI ആർക്കൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ടാണ് നോട്ട് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് ആക്കി ബിൽഡ് ചെയ്തു. AIനെ ഒരുപാട് പേരിലേക്ക് പഠിപ്പിക്കണം എന്നുള്ളൊരു മിഷനായിട്ട് 1 ലക്ഷം ആൾക്കാരെ AI പഠിപ്പിക്കുക എന്നുള്ള മിഷനൊക്കെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം AIയുടെ നോളജ് ആൾക്കാരിലേക്ക് എത്തിക്കുക, ഇതിൻ്റെ ഒരു അവയർനെസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ നോട്ടയിലേക്ക് എത്തുന്നുണ്ടായിരുന്നത്. സോ എനിക്ക് കുറേ കാര്യങ്ങൾ AI ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അത് ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള മിഷനിലായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസിനും ഒരുപാട് ടീച്ചേഴ്സിനും ലൈഫിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുള്ള മിഷനിലായിരുന്നു ഞങ്ങൾ നോട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിലേക്ക് എത്താനുള്ള ഒരു പ്രധാന ഇൻസ്പിറേഷൻ അതെന്തായിരുന്നു? ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. ലൈക്ക് എനിക്ക് ആ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എത്തണം എന്നുള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. എനിക്ക് അവിടെ വരെ എത്തിച്ചെല്ലണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി മാക്സിമം വർക്ക് ചെയ്യായിരുന്നു. ഞാൻ അതിനുള്ള പാത്വേ ഉണ്ടാക്കി. സോ AIയിൽ ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി. ആൻഡ് അതിൻ്റെ ബേസിൽ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയെടുക്കാൻ വേണ്ടി പറ്റി. സോ എനിക്കൊരു ഡ്രീം ആയിരുന്നു സത്യത്തിൽ എൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നുള്ളത്. ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു. അറ്റ് ദ എൻഡ് എനിക്ക് അതിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു. സോ നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ റിയലൈസ് ചെയ്ത സാധനം എൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൂടെ. നോട്ട് എ എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ സാർ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോഴും മേജറായിട്ട് വന്നൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ്? നോട്ട് ഞാൻ ബിൽഡ് ചെയ്ത സമയത്ത് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് AIയുടെ ലിറ്ററസി കുറവായിരുന്നു. സോ അത് എനിക്ക് എൻ്റെ ഒരു ഗ്രോത്തിന് ഒരു പക്ഷേ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇമ്പാക്റ്റ്നെസ് കുറച്ചുണ്ടായിരുന്നു. ആളുകൾക്ക് എന്താണ് AI അല്ലെങ്കിൽ AIനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ അവയർനെസ് പ്രോപ്പർലി എത്തിച്ചു, നമ്മുടെ മിഷൻ അനൗൺസ് ചെയ്തു, അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കി കൊണ്ടുവന്നു. ആൻഡ് ടീമിന് ബിൽഡ് ചെയ്യുന്നിടത്തായാലും ഒക്കെ ഇനീഷ്യലി പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ചില സമയത്ത് നമ്മൾ സെഷൻസിൻ്റെ ഇടയിലായാലും അങ്ങനെയൊക്കെ റിസോഴ്സസ് ബിൽഡ് ചെയ്യുന്നിടത്തായാലും ഇവിടെയൊക്കെയാണ് നമുക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൺ ദ ഗോയിങ് ജേർണിയിൽ ആ ഇഷ്യൂസും പ്രോബ്ലംസും ഡിസിഷൻസും ആൻഡ് പല എഗ്രിമെന്റ്സും ഇതൊക്കെ റോങ് ആയിട്ടുണ്ടെങ്കിലും ഓൺ ദ ഗോയിങ് ജേർണിയിൽ നമുക്കത് പോസിറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന ജനറേഷൻ AIയോട് കുറച്ച് അടുത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞുള്ളത്? AI ഒരു 2 വർഷത്തിന്റെ അടുക്ക് ഒരു ഹ്യൂജ് ഗ്രോത്തിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇനി വരുന്ന ജനറേഷനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ എന്താക്കുക, അതിനെ കുറിച്ച് പഠിക്കുക, എവിടെയൊക്കെ അതിനെ കുറിച്ച് റിസോഴ്സസ് കിട്ടുന്നുണ്ടോ അതൊക്കെ പ്രോപ്പർലി എന്താക്കുക യൂസ് ചെയ്യുക. എത്തിക്സ് വെച്ചിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആൻഡ് അതിന്റെ പ്രൈവസി കൺസേൺസും ഇത് രണ്ടും പ്രോപ്പർലി അറിഞ്ഞുകൊണ്ട് എന്താക്കുക AIനെ നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ് ചെയ്യുക. ഒരിക്കലും AI നമ്മളെ മുകളിൽ കൊണ്ടുവെക്കരുത്. സോ നമുക്കൊരു സൂപ്പർ പവർ തരുന്ന നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എന്താക്കണം AIനെ യൂസ് ചെയ്യണം. അല്ലാതെ പക്ഷം നമ്മളെ ക്രിയേറ്റിവിറ്റിനെയും ഒക്കെ എന്ത് ചെയ്യും, ഇത് ബാധിക്കും. സോ AI ഓപ്പർച്യൂണിറ്റി ആണ്, അതേപോലെ തന്നെ അതൊരു ഡേഞ്ചർ കൂടിയാണ്. സോ നല്ല രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ നോട്ട് എ ഇതാക്കുന്ന സമയത്ത് സാറിന് മേജറായിട്ട് വന്ന ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മിസ്റ്റേക്കായിട്ട് കൺസിഡർ ചെയ്യണ എന്തെങ്കിലും അതൊരു തെറ്റായി പോയി എന്ന് തോന്നുന്നു? മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെ പരിചയപ്പെടും ജീവിതത്തിൽ. അപ്പം ജീവിതത്തിൽ ഒരു പക്ഷേ ഇന്ന് മീൻസ് ലൈഫിൽ പരിചയപ്പെട്ട ഒരു പക്ഷേ ഒരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ റിയൽ ഫേസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. റിയലും ഒന്നല്ല എന്നുള്ള റിയലൈസേഷൻ വന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇനീഷ്യലി ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് സ്പോട്ടിൽ ഡിസിഷൻസ് യെസ്സും അല്ലെങ്കിൽ നോ ഒക്കെ യെസ് പറയായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. സോ തിങ്ക് ചെയ്യാതെ പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുത്ത് ചാടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സാധനം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളത് തിങ്ക് ചെയ്ത് അത് ആപ്റ്റ് ആണോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചെയ്യണം എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദി ടൈം. അപ്പം സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിലും പിന്നെ ഈ നോട്ടേനെ കുറിച്ച് സ്ഥാപനത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിലും ഒരുപാട് നന്ദി. താങ്ക് യു.